ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്കരായ നമ്മൾ വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ് ലോകത്തിൻ്റെ രക്ഷ. ലോകത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ അത് മരണാനന്തര ജീവിതത്തെ മാത്രം ഉദ്ദേശിച്ചല്ല. ഈ ലോകത്തിലും പരലോകത്തിലും ലോകത്തിൻ്റെ രക്ഷ പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അത് മനസ്സിലാക്കാൻ ഒന്നാമതായിട്ട് നമുക്ക് ബോധ്യം വരേണ്ട ഒരു കാര്യം, ഈശോയിലൂടെ വെളിപ്പെട്ട പരിശുദ്ധ തൃത്വം മാത്രമേ ഏക സത്യ ദൈവമായിട്ടുള്ളൂ. അതിൻ്റെ തെളിവ് ഈശോ ദൈവമാണ് എന്നുള്ളതാണ്. ഈശോ ഏക രക്ഷകനാണ് എന്ന സത്യമാണ്. ആ ഈശോയാണ് പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈശോ മാത്രമാണ് ഏക സത്യ ദൈവം എന്ന് ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ചയിലൂടെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത്, എന്തിനു വേണ്ടിയാണ് ദൈവം സഹിച്ചത്, എന്തിനു വേണ്ടിയാണ് ദൈവം മരിച്ചത്, എന്തിനു വേണ്ടിയാണ് ദൈവം ഉത്ഥാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. പരിശുദ്ധ കുർബാനയാണ് ഈശോയുടെ ലക്ഷ്യം. ആ കുർബാനയിലൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കാരണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ലോകത്തെ പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമ്മൾ തിരുവചനത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. തിരുവചനത്തിലൂടെ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. കാരണം തിരുവചനത്തിൻ്റെ ഉള്ളടക്കം, സാര സംഗ്രഹം, അതിൻ്റെ ഹൃദയം, അതിൻ്റെ ചങ്ക്, അതിൻ്റെ നട്ടല് എന്താ? അത് പരിശുദ്ധ കുർബാനയാണ്, മറ്റൊന്നുമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതാണ്? തീർച്ചയായും പലരും പറയും, എല്ലാവരും പറയും സ്നേഹിക്കുക. ശരിയാണ്. പക്ഷേ ആ സ്നേഹിക്കുക എന്ന യാഥാർത്ഥ്യത്തെ അതിൻ്റെ ആഴത്തിലും ഔന്നത്യത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം, അതിനൊരു ഉറവിടം ഉണ്ടായിരിക്കണം. അതെന്താണ്? അത് പരിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും പരിശുദ്ധ കുർബാനയിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അബ്രാഹത്തിൻ്റെ ബലിയും പെസഹ ആചരണവും വാഗ്ദാന പേടകവും ജെറുസലേമിലെ ആരാധനയും എല്ലാം പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യനായി അവതരിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തിരുസഭയിലൂടെ പരിശുദ്ധ കുർബാന തുടർന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷാകര പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത്. അതിന് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനം പ്രത്യേകമായിട്ട് ഞാൻ എടുക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യവും 44-ാമത്തെ വാക്യവും. അവിടെ നമ്മൾ കാണുന്നത് മോശ തുടങ്ങി ഓരോ പ്രവാചകനും ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ മോശ തുടങ്ങി എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടാണ് ഈശോ മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞ തിരുവചനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഒരിടത്തും ഈശോയെക്കുറിച്ച് പ്രത്യക്ഷമായിട്ട് പറയുന്നില്ല, പക്ഷെ പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. മോശയിലൂടെയാണ്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെയാണ് അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ചും, അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പെസഹ ആചരണത്തെക്കുറിച്ചും വാഗ്ദാന പേടകത്തെക്കുറിച്ചും ഒക്കെ, പുരോഹിത വസ്ത്രത്തെക്കുറിച്ച്, ആരാധന ക്രമത്തെക്കുറിച്ച്, വ്യത്യസ്തമായ ബലികളെക്കുറിച്ച്, തൈലം വെഞ്ചരിപ്പിനെക്കുറിച്ച്, ഇതെല്ലാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോ വന്നത് ഇതെല്ലാം പൂർത്തീകരിക്കാനാണ്. അതാണ് ഈശോ ഉയർപ്പ് തിരുനാളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ പദ്ധതിയാണ് പരിശുദ്ധ കുർബാനയിലൂടെ
ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് അത് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, പരിശുദ്ധ കുർബാന എന്നുള്ളത് വെറും ചില പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഉള്ളതായ ഒരു ആഘോഷം മാത്രമല്ല. ആ ആഘോഷത്തിലൂടെ, അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ജീവിതമാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജീവിതം ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ജീവിത ദർശനങ്ങളാണ് അവിടെ കാണിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ നമുക്കായി പൂർണ്ണമായിട്ട് നൽകുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൈവശാസ്ത്ര പഠനശാലയാണ് പരിശുദ്ധ കുർബാനയും. ഓരോ വ്യക്തിയും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ദൈവശാസ്ത്രം എന്താണെന്നും ദൈവത്തിൻ്റെ ജീവിത മനഃശാസ്ത്രം എന്താണെന്നും ഒക്കെ ദൈവം പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അതിന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം പരിശുദ്ധ കുർബാന എന്താണെന്ന് നമ്മൾ നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയാം, ഇത് രഹസ്യമാണ്. എല്ലാ രഹസ്യങ്ങളും ഇതിനകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ദൈവം. കത്തോലിക്കാ തിരുസഭയുടെ എല്ലാ വിശ്വാസ രഹസ്യങ്ങളും ഇതിനകത്തുണ്ട്. അത് മറയ്ക്കപ്പെട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ബാഹ്യമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരു വളരെ ലളിതമായ ഉദാഹരണം പറയുമ്പോൾ, പുരോഹിതന്റെ ആശീർവാദ സമയത്ത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ, അവിടെ ഈശോ മിശിഹ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്നത് പോലെ ഇതാ പുരോഹിതനിലൂടെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ഈശോ തന്നെയാണ് പറയുന്നത്. അച്ഛനല്ല, പുരോഹിതനല്ല. നമ്മൾ പ്രത്യേകം ഓർക്കണം, പുതിയ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ ജനങ്ങളെ, വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴൊക്കെ ഈശോയെ പോലെ ആ വാക്ക് തന്നെയാണ് പറഞ്ഞത്, സമാധാനം നിങ്ങളോടുകൂടെ. അവിടെ ആരാ അത് പറയുന്നത്? അത് ഈശോയാണ്. അപ്പോൾ അത് ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആന്തരികമായിട്ട് നിൽക്കുന്ന ആ രഹസ്യമാണത്. അല്ലെങ്കിൽ എല്ലാ ആരാധനാക്രമത്തിലും നമുക്ക് ധൂപാർപ്പണമുണ്ട്. ധൂപം എന്താണ്? നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്യുന്നു. അങ്ങനെയുള്ള ആശയങ്ങളാണ് ആ ധൂപാർപ്പണത്തിലൂടെ പ്രകടമാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാം രഹസ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, മറഞ്ഞിരുന്നു കൊണ്ട് മനുഷ്യനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നൽകുന്നവനാണ് ദൈവമെങ്കിൽ, നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിലെ സ്വീകരിക്കേണ്ട വലിയൊരു ആദർശമാണ് നമ്മളും പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി പരക്കം പായാതെ തമ്പുരാനെ പോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മറഞ്ഞിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാവുന്ന വ്യക്തികളാവുക എന്നുള്ളത്. അത് കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ട ദൈവത്തിൻ്റെ ദൈവശാസ്ത്ര ജീവിത രഹസ്യമാണ്. അതുപോലെ പരിശുദ്ധ കുർബാന അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരും സമ്മതിക്കുന്നതാണ്, അത് ബലിയാണ്. ദൈവം മനുഷ്യന് വേണ്ടി ബലി അർപ്പിക്കുകയാണ്. ദൈവം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിച്ചതുപോലെ നിങ്ങളും ബലി അർപ്പിക്കാൻ തയ്യാറാവണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ആ സ്നേഹം ശരിക്കും യാഥാർത്ഥ്യമാകുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത്, നിറവേറപ്പെടുന്നത് എവിടെയാണ്? സ്വയം യാഗമായിട്ട് തീർന്നപ്പോഴാണ്. ആ യാഗമാണ് ഇന്ന് ഓരോ പുരോഹിതനിലൂടെയും അൾത്താരയിലെ ബലിയിലൂടെ ദൈവം ആവർത്തിച്ച് സന്നിഹിതമാക്കി നമ്മൾക്ക് ശക്തിയും പ്രചോദനവും മാതൃകയും നൽകുന്നത്. അപ്പോൾ കുർബാനയിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ ആ രക്ഷ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഞാൻ ബലിയാകുമ്പോഴാണ്. കുർബാനയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ അത് പാപമോചന ബലിയാണ് എന്ന് പറയുമ്പോഴോ ദൈവം എന്താ ചെയ്യുന്നത്? ഓരോ കുർബാനയിലൂടെയും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാനും പരിഹാരം ചെയ്യാനും തയ്യാറാകണം. അതാണ് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആധ്യാത്മിക ദൈവശാസ്ത്ര ദർശനം. അതിലൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുണ്ടാവുകയുള്ളൂ. ശത്രുക്കളെ കൊല്ലുവാനും രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ലോകത്തിന് രക്ഷയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറയുക പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ. അതുപോലെ
ഇത് ബലിയാണ്, പാപമോചന ബലിയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി എന്ന ആശയം വളരെ വിശാലമാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുമെന്നുള്ളതായ ആ ഉടമ്പടി ദൈവം പാലിക്കുകയാണ്. ഉടമ്പടിയിൽ വിശ്വസ്തനായ ഒരു ദൈവം. അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ആ ദർശനങ്ങൾ നമുക്ക് ജീവിതത്തിലെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുമ്പോഴാണ്. പുരോഹിതൻ ശുശ്രൂഷ പൗരോഹിത്യത്തോടുകൂടി അർപ്പിക്കുന്ന, പക്ഷേ നമ്മളെല്ലാവരും ഓരോ വ്യക്തിയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. നമ്മൾ അതിൽ പങ്കെടുക്കണം. അതിന് ദൈവം പറയുന്നത് അനുസരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഉദാഹരണം, ജെറിക്കോ പട്ടണം കീഴടക്കാനായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എന്താണ്? വാഗ്ദാന പേടകമെടുത്ത് ജെറിക്കോ മതിലിന് ചുറ്റും പ്രദർശനം വയ്ക്കുക. 7 ദിവസം അത് ചെയ്യണം. കാഹളമൂതി ദൈവത്തെ സ്തുതിക്കണം. ബാക്കി ദൈവം ചെയ്തു. ജെറിക്കോ പട്ടണം തകർത്തത്, മതിൽ തകർത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. എന്നതുപോലെ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താ? നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, തീവ്രവാദികളുടെ പ്രശ്നങ്ങളുണ്ട്, യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, പകർച്ചവ്യാധികളുടെ പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്. ഇതിനെല്ലാം ദൈവം നമ്മളോട് പറയുന്നത് എന്താ? എൻ്റെ ബലി, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ആ ബലി നിങ്ങൾ സമർപ്പിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ. എന്താണ് സ്വർഗരാജ്യവും അവിടുത്തെ നീതി? അതും പരിശുദ്ധ കുർബാന തന്നെയാണ്. അപ്പോൾ കത്തോലിക്കരായ നമ്മൾ, പരിശുദ്ധ കുർബാനയുടെ മക്കളായ നമ്മൾ, തിരുസഭയുടെ മക്കളായ നമ്മൾ, എന്തെല്ലാം കുറവുകളും പോരായ്മകളും തിരുസഭയിലുണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കുന്നിടത്തോളം പറ്റുമ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കട്ടെ. തീർച്ചയായും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങളും അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടി കാണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് ലോകത്തിൽ രക്ഷ നേടുക എന്നുള്ളത് വാക്കിലൂടെ പറയുവാനും അനുദിന ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കാനും നമ്മൾക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.